മച്ചന്മാരെ ഗുഡ് മോർണിംഗ്. ഉറക്കണീറ്റ് പോകും. ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആകട്ടെ. നേരെ പോകുക, എല്ലാം പോയി ചെക്ക് ചെയ്യുക. അതെല്ലാം ലെവൽ കയറുന്നുണ്ട്. നമ്മുടെ ലെവൽ ഇപ്പം ഇത്തിരി കൂടുതലാണ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡും കഴിക്കുക, പോവുക, ചെക്ക് ചെയ്യുക. അത് തന്നെ. ഫുഡും കഴിച്ചിട്ട് നേരെ പോകുന്നുണ്ട്. ഇപ്പം നോക്കട്ടെ എല്ലാം കൂടി. വേറെ ഒന്നുമില്ല, ഇന്ന് സെപ്പറേറ്റ് ഒന്നുമില്ല. ഫുഡ് എഴുതി ഇരിക്കുക, നോക്കുക, ഫുഡ് എഴുതി ഇരിക്കുക, നോക്കുക, അതൊക്കെ തന്നെ. ചെറുതായിട്ടൊന്ന് വർക്കൗട്ടും ചെയ്യണം. ഒന്നും എല്ലാം നോക്കിയതിന് ശേഷം ജസ്റ്റ് നേരെ പോയി കൊണ്ടടിക്കുക. അതെ, ഇവിടെ ഓക്കെയാണ്, കുഴപ്പമില്ല. ഞാൻ അടുത്ത നമ്മൾ പോയി നോക്കണം. ഇവിടെയും സെറ്റാണ്, കുഴപ്പമില്ല. ഓക്കെയാണ്. ഇവിടെയും ഓക്കെയാണ്, ഇവിടെയും കുഴപ്പമൊന്നുമില്ല. സൈസ് കണ്ടോ, ഇത്തിരി വലുതായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ടെമ്പറേച്ചർ ഒരു ലക്ഷ്യമില്ല. പുറത്തത് കളവാവിയാണ്, തറയിൽ നിന്ന് മേലോട്ട് പറഞ്ഞത്. ഒരു എന്തായിരുന്നു പറയാൻ, വേറെ വൈബാ. ചെടിക്ക് വെള്ളമൊഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പോയി അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറൊക്കെ നോക്കി അവിടെ ഇരിക്കുക കുറച്ച് നേരം. എന്ന് പറഞ്ഞാൽ ചെറിയൊരു അനാലിസിസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പോകുന്നൊരു പിടിയില്ല. ഞാൻ അതും പറഞ്ഞുതരാം. ഇതിൻ്റെ മേളിൽ പോയാൽ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് ഇതിൻ്റെ മേളിൽ കയറി അത് ബൈ ആണ്, മനസ്സിലായ? ഇതിൻ്റെ മേളിൽ കയറി ബൈ ഏകദേശം ഇതുവരെ പോകും. എൻ്റെ ഒരു ഇതുവരെ പോകും ബയ്യ, ഇവിടെ നിന്ന് ഇവിടം വരെ. സെല്ലാണെങ്കിൽ ഇത് ഇപ്പോഴത്തെ ലോയിൽ നിൽക്കുന്നതാണ്. സെല്ലാണെങ്കിൽ ഒരു പിടിയില്ല. എൻ്റെ താഴോട്ട് പോകണമെങ്കിൽ ഇപ്പോഴത്തേക്ക് ഞാൻ നോക്കുന്നില്ല. കാരണം ഇപ്പോൾ ട്രെൻഡ് ബേസ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് ബേസാണ്. അതായത് ലോങ് ടൈം ഫ്രെയിമിൽ നോക്കിയാൽ ഉണ്ടോ, മേലിൽ നിന്നിട്ട് ബൈ ഒന്ന് വീണ്ടും ബൈ. ഇനി അടുത്തും എങ്ങനെയാണെന്നൊരു പിടിയില്ല. എൻ്റെ അതിൽ ബൈ ആവണം, പക്ഷെ അത് റിസ്ക്കിയാണ്. ബൈ പറഞ്ഞാൽ തലയിടൂല. പിന്നെ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യണമല്ല, ജസ്റ്റ് അനാലിസിസ് ഞാൻ ചെയ്തു വെച്ചു, അത്രയേ ഉള്ളൂ. ഒരു ഇതിൽ ഞാൻ അനാലിസിസ് ചെയ്ത് വെച്ചു, അത്രയേ ഉള്ളൂ. പഠിച്ചു പറഞ്ഞേ ഉള്ളൂ. എന്തറിൻ്റെ ബേസിസ് ചെയ്തോണെന്ന് ചോദിച്ചാൽ അത്ര പറഞ്ഞു തരാറായിട്ട് എൻ്റെ ഒരു ഇതിൽ മനസ്സിലായില്ല. അതാണ് ഫുള്ളൊന്ന് വീണ്ടും ചെയ്യണം, അത്രേ ഉള്ളൂ. ഒന്നും കൂടി നോക്കി ചെയ്യാം. ഇന്ന് ഇത് ബിറ്റ്കോയിൻ മാത്രമല്ലേ ഉള്ളൂ, ഇത്തീരോ ഇതും നോക്കട്ടെ. ഞാൻ നേരത്തെ പോയി ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. ടൈമായി പോവാനേ, ഞാനൊന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്തിട്ടല്ലേ. ജസ്റ്റ് ഇറങ്ങാൻ നമ്മളെല്ലാം കൂടിക്കൊണ്ടിരിക്കും. കുഴപ്പമില്ല, ബാക്കിയെല്ലാം കുഴപ്പമില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പോകണം. യെസ്, പുറത്തിറങ്ങി നല്ല രീതിയിൽ കട്ടായി കേട്ടാ. ഇന്ന് നല്ല കട്ടിങ് നടന്നിട്ടുണ്ട്. ഇനി ഞാൻ പോയി വാങ്ങിച്ചിട്ടല്ല എടുത്തിട്ട് വരട്ട്. ഇതാണ് വാങ്ങിക്കാൻ കുബൂസ് മാത്രമേ ഉള്ളൂ. ഡെയിലി പോയി വാങ്ങിക്കണം, അല്ലെങ്കിൽ അത് ഇല്ലാതായിപ്പോൾ. ഡെയിലി 2 കുബൂസ്, മുട്ട, ചിക്കൻ ഉണ്ടാക്കാൻ മതി. ഇപ്പം കുബൂസ് വെറൈറ്റിയുള്ള ട്രൈ ചെയ്യും. കുബൂസിനെ മുറിച്ച് ഞാൻ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടാ. കുബൂസിനെ മുറിച്ച് പാലിൽ കുതിർത്ത് ഹണി ഒഴിച്ച് കഴിക്കണത്. അങ്ങനെയൊക്കെ ട്രൈ ചെയ്തു കേട്ടോ, കുഴപ്പമില്ല, കൊള്ളാം. ഇവിടെ കിട്ടണതല്ലാതെ സലാഡ് പോലെ കിട്ടും. കുബൂസ്, പച്ചക്കറി, പിന്നെ പുളിവെള്ളം ഉണ്ടല്ലോ, പുളിവെള്ളം ഒഴിച്ചിട്ട്
അത് എത്ര കൂടുതൽ കഴിയാൻ പറ്റില്ല. പുളിയുടെ ഇത് ഭയങ്കര പിടുത്തം പിടിക്കും. പിന്നെ അതിൻ്റെ കൂടെ തണ്ണിമത്തൻ ഉണ്ടല്ലോ, വാട്ടർമെലൺ, അതിനെ കുറിച്ചിട്ടത്. ചിലതിൽ ചീസ് കിട്ടും. ഇത്ര നേരം സൂര്യപ്രകാശം ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോയി. ഉണ്ട്, പക്ഷെ മേഘം വന്ന് കിടക്കുക എൻ്റെ പുറത്ത് കൂടി. ക്ലൗഡ് കിടക്കണുണ്ട്. അതിനെ മാത്രം മൂടാൻ വന്നതാ. ബാക്കിലെ മല വാങ്ങിച്ചാലേ പൈസ ഇല്ല. എല്ലാവരും ഗിഫ്റ്റ് ചെയ്യുക. എല്ലാവരും 100 രൂപ വെച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ പൊളിക്കും. ലോകത്തുള്ള എല്ലാവരും എനിക്ക് 100 രൂപ വെച്ച് തന്നാൽ മതി. അമേരിക്കക്കാർക്ക് ഡിസ്കൗണ്ട് 10 രൂപ തന്നാൽ മതി. അവരെ 10 രൂപ തന്നാൽ മതി. ഒമാനിലുള്ളതും എല്ലാവരും എനിക്ക് 10 രൂപ തന്നാൽ മതി. ഒമാനിലെ കുവൈറ്റും അങ്ങനെ തന്നെ. അവിടെയുള്ള ആൾക്കാരെല്ലാവരും 10 രൂപ തന്നാൽ മതി. ഞാൻ റിച്ച് ഓഫ് റിച്ച്. എല്ലാവരുടെ വക ഗിഫ്റ്റ്. എൻ്റെ അക്കൗണ്ട് അങ്ങ് നിറയും. അയ്യോ, ഞാൻ നേരെ റോട്ടിലോട്ട് കയറാൻ പോവാണ്. കഴിഞ്ഞ് ഇനി കുറച്ചും കൂടിയേ ഉള്ളൂ. നേരെ പോയി റോട്ടിൽ കയറുക. ചൈനീസ് വണ്ടിയാണ് കേട്ടോ. ഇപ്പോഴാണ് ഞാൻ എൻ്റെ ബ്രാൻഡ് കണ്ടത്. കേട്ടോ, ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു. അതാ പെട്രോളാ? അല്ല, പെട്രോളെന്ന് തോന്നുന്നു. JETOUR ഇവിയ നമ്പർ പ്ലേറ്റില്ല, പച്ചയുണ്ട്. EV പ്ലസ് പെട്രോൾ അല്ലെങ്കിൽ EV. കൊള്ളാം, കാണാമല്ല. ഗദ്രൂക്ക പോട്ട് പോയി നോക്കട്ടെ. പോവുകയും ചെയ്യണേ. കുട്ടിയെ കടയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. കുബൂസ് 2 എണ്ണം വാങ്ങിച്ച്. ഇനി പോയി ഒന്ന് സൺറൈസ് നോക്കാം. സൺറൈസ് സമയം കഴിഞ്ഞ് വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ചെറിയൊരു തലവേദന, കണ്ണീന്ന് വെള്ളം പറഞ്ഞു. സൂര്യൻ പോയാട്ടാ. പോയി ലൈറ്റെല്ലാം ഓണാക്കി ഒന്ന് സെറ്റ് ചെയ്യട്ടെ. കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇസ്കി നോക്കാൻ പറഞ്ഞു. പക്ഷേ നല്ല ലെവലിൽ കയറി നിൽക്കുക. ഇപ്പം കണ്ട 1.83 ആയിട്ട് നിൽക്കുക. അത് ഡൗൺ ആവാനില്ല. 1.82 ആയി. പേടിക്കുക. അത് നോമ്പ് കുറിക്കുക സമയമാവാറേ. അല്ല, സമയമായോ ആവാൻ ഇനി 2 മിനിറ്റ് 3 മിനിറ്റ് കൂടി ആയ മുറിക്കേണ്ട സമയമായി. വാങ്ങൂലേ? ശരിയാണ്. ഞാൻ പോയി അവിടെ ഇരിക്കുകയാണ്. ഞാനും പോട്ടെ. നേരെ ചെല്ലിരിക്കുക. ചെറിയ തലവേദന ഉണ്ട് കേട്ടോ. അത് പോണില്ല. ഇനി ഉറങ്ങി എണീറ്റാലേ തെളിയാവുള്ളൂ. നല്ല തലവേദന. കറക്റ്റ് ഞാൻ സംഭവിച്ചതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീഡിയോ കാണിച്ചു തരാം. പൊങ്ങി താഴെ വന്ന് തിരിച്ച് കയറി. തിരിച്ച് അവിടെ നിന്ന് തിരിച്ച് റിട്ടേൺ ഉണ്ട്. എനിക്കറിയാം അത് തിരിച്ച് റിട്ടേൺ ഉണ്ടെന്ന്. ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നെങ്കിൽ ട്രേഡ് എടുക്കുമായിരുന്നെങ്കിൽ ഇതെടുക്കുമായിരുന്നു. ഇത് ഇവിടെ നിന്ന് ഇത്രയും കാച്ചറിയാം. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇവിടെ നിന്ന് എടുക്കുമായിരുന്നു. ഇവിടെ നിന്ന് ബൈയിട്ട് ഇവിടെ സ്റ്റോപ്പ് ലോസും വെച്ച് എടുക്കുമായിരുന്നു. എത്ര കിട്ടും? ലോങ് പൊസിഷൻ ഇവിടെ നിന്ന് എടുത്ത് ഇതും വെച്ച് 1:2.8. 3 വരൂല. എനിക്കറിയാം ഇവിടെ തട്ടൂലെന്നറിയാം. അല്ലെങ്കിൽ അത് അവിടെ തട്ടിക്കഴിഞ്ഞാൽ ഇത്തിരി ഭയങ്കര പാടാണ്. ഇത് ഇവിടെയൊക്കെ പോകും. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അതത്രയും ലെന്ത് ചാടൂല. അവിടെ താഴെ കുഴപ്പമില്ലാത്ത അനാലിസിസ് ആയിരുന്നു. പിന്നെ
ആ സമയത്ത് നമ്മൾ പ്രഷറിൽ ഉടായ്പ കാണിച്ചാലേ ഉള്ളൂ. ഞാൻ വിചാരിച്ച് കറക്റ്റ് ട്രേഡ് വന്നായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ഇതാണ് എൻ്റെ ഇന്നത്തെ അനാലിസിസ്. അത്ര